കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കെതിരെ അവകാശ ലംഘന നോട്ടീസുമായി കോൺഗ്രസ് എത്തിയെന്ന വാർത്ത കഴിഞ്ഞ ദിവസം മുതലേ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയെ അധിക്ഷേപിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് MP-യാണ് രാജ്യസഭയിൽ അവകാശ ലംഘന പ്രമേയം അവതരിപ്പിച്ചത്. രാജ്യസഭയിൽ നൽകിയ മറുപടിയിൽ അമിത്ഷാ സോണിയാഗാന്ധിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചു എന്ന് ജയറാം രമേശ് ആരോപിച്ചു. സോണിയയെ അപകീർത്തിപ്പെടുത്താനുള്ള മുൻകൂട്ടി തയ്യാറാക്കിയ ഉദ്ദേശത്തോടെയാണ് അമിത്ഷാ അങ്ങനെ ചെയ്തതെന്ന് ജയറാം രമേശ് ചൂണ്ടിക്കാട്ടി. രാജ്യസഭാംഗവും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സണുമായ സോണിയാഗാന്ധിയെ അപകീർത്തിപ്പെടുത്തിയതിന് അമിത്ഷാക്കെതിരെ രാജ്യസഭ നടപടിക്രമങ്ങളുടെയും പെരുമാറ്റത്തിന്റെയും ചട്ടം 188 പ്രകാരം അവകാശ ലംഘന നോട്ടീസ് നൽകുന്നുവെന്ന് ജയറാം രമേശ് രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻഖറിന് അയച്ച കത്തിൽ പറഞ്ഞു. ആഭ്യന്തരമന്ത്രി സോണിയാഗാന്ധിയുടെ പേര് പരാമർശിച്ചില്ലെങ്കിലും അവരെ വ്യക്തമായി സൂചിപ്പിക്കുകയും അവരുടെ മേൽ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. സോണിയാഗാന്ധിയുടെ പ്രശസ്തിയെ അപകീർത്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ആഭ്യന്തരമന്ത്രി അവർക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചത്. ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന തികച്ചും വ്യാജവും അപകീർത്തികരവുമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. മാർച്ച് 25-ന് രാജ്യസഭയിൽ 2024-ലെ ദുരന്ത നിവാരണ ബില്ലിനെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് മറുപടി നൽകുന്നതിനിടെ അമിത്ഷാ നടത്തിയ പ്രസ്താവനയിൽ ആണ് ജയറാം രമേശിന്റെ നടപടി. പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധി കോൺഗ്രസ് ഭരണകാലത്താണ് സ്ഥാപിതമായത് എന്നും അന്ന് ഒരു കോൺഗ്രസ് നേതാവ് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ ഭാഗമായിരുന്നുവെന്നും അമിത്ഷാ അവകാശപ്പെട്ടിരുന്നു. കോൺഗ്രസ് ഭരണകാലത്ത് ഒരു കുടുംബമാണ് രാജ്യം നിയന്ത്രിച്ചിരുന്നത് എന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. രാജ്യത്തെ ജനങ്ങൾക്ക് നിങ്ങൾ എന്ത് ഉത്തരം നൽകും? ആരും അത് വായിക്കുകയോ കാണുകയോ ചെയ്യുന്നില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നും അമിത്ഷാ പറയുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ NDAയുടെയും കാലത്താണ് PMKS ഫണ്ട് സ്ഥാപിതമായത് എന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്രകൃതി ദുരന്തങ്ങൾ, കലാപങ്ങൾ, മറ്റ് അടിയന്തരാവസ്ഥകൾ എന്നിവയാൽ ബാധിച്ചവർക്ക് സഹായം നൽകുന്നതിനായി 1948-ലാണ് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധി സ്ഥാപിതമായത്. ഇത് പ്രധാനമന്ത്രി കൈകാര്യം ചെയ്യുകയും ഒരു പൊതു ചാരിറ്റബിൾ ട്രസ്റ്റായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. ഇതിന് വിപരീതമായി കോവിഡ് പോലുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനായി 2020-ലാണ് PM കെയർ ഫണ്ട് ആരംഭിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വ്യത്യസ്തമായി PMKS ഫണ്ട് പരിശോധനയ്ക്ക് വിധേയവുമല്ല.